ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നമ്മള് കുടുംബക്കാരല്ലേ, അല്ലേ അച്ഛാ? അച്ഛാ, എന്തേ വേണ്ടേ? എന്തോ വിശപ്പ് തോന്നുന്നില്ല മോളെ. അതെന്താ, പനിക്കോള് വല്ലതുണ്ടോ അച്ഛാ? ഇല്ല, പനിയൊന്നും തോന്നുന്നില്ല. ഇല്ല, ചൂടൊന്നുമില്ലല്ലോ. അവള് പിന്നെ ആര്യ ഡോക്ടർ ആണല്ലോ. അതെ. പനിക്ക് ഗുളിക വല്ലതും വേണം മനോരേട്ടാ? ശരത്തിനോട് പറഞ്ഞ പോയി വാങ്ങിക്കൊണ്ടുവരും. അയ്യോ എന്റെ പൊന്ന് പാർവതി, വേണ്ടായേ. ശരത്ത് മോന്റെ ഇതുവരെയുള്ള ഗുളികയെല്ലാം കഴിച്ച് ഞാൻ സംതൃപ്തനാ. അല്ല, എന്തേ ശരത്ത് മോൻ ചിതാഭസ്മ കലശവും കെട്ടിപ്പിടിച്ചുകൊണ്ട് ശോകമായിട്ടിരിക്കുവാണോ? ഓ, നിനക്ക് എന്താടാ മനോഹര ഇത്ര പുച്ഛം? പ്രഭമോള് പറഞ്ഞതുപോലെ മാംസവും അസ്ഥിയും കത്തിയ ചാരം ഒരു വിശ്വാസത്തിന്റെ പേരില് കുടത്തിൽ അടയ്ക്കുന്നു, പിന്നെ കടലിൽ ഒഴുക്കുന്നു. അതിപ്പോ എല്ലാവരുടെയും ഒരേപോലെയല്ലേ? അല്ല മുത്തശ്ശി, സുധിയേട്ടനൊപ്പം പൂജാമുറിയിൽ ഇരിക്കാൻ പടുമരണപ്പെട്ട ഒരാളുടെ ആത്മാവിന് അർഹതയില്ല. അതിനു മുന്നില് വിളക്ക് കത്തിക്കേണ്ട ആവശ്യവും. നീ ആരാടി ഇതിനൊക്കെ അന്തിമ വിധി പറയാൻ? എന്റെ മോള് മനസ്സിലായില്ലേ? സുധിമോന്റെ മരണം കൊണ്ട് മറ്റൊരാൾക്ക് ജീവനും ജീവിതവും കിട്ടി. എന്റെ മോനെ ആത്മഹത്യ ചെയ്തൊന്നുമല്ല. സ്വയം ജീവനൊടുക്കിയ ഒരാളിനെ ഈ വീട്ടിൽ വെച്ച് ആദരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ശരത്തിന്റെ അമ്മ മകന്റെ ചിതാഭസ്മ കലശം അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെക്കട്ടെ. പിന്നല്ലാതെ. ദേവികയും മനോഹരേട്ടനും ആണല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തൽക്കാലം അങ്ങനെ. പ്രഭാവതിയെ പോലെ ഒരു പണക്കാരിയെ പിണക്കരുത് മനോഹര നീ. പ്രഭമോള് കോടീശ്വരിയാ, കോടീശ്വരി. എന്റെ പൊന്നമ്മേ, അറബികളായ അർബാബുകളുടെ മുന്നിൽ പോലും മനോഹരൻ ഓച്ചാനിച്ച് മുട്ടുവളച്ച് നിന്നിട്ടില്ല. പിന്നെ അല്ലേ പ്രഭാവതി കോടിയ ഈശ്വരി. മറ്റുള്ളവരുടെ കോടിയിലല്ല, എനിക്ക് എന്റെ കോടി മുണ്ടില വിശ്വാസം. ഇങ്ങനെ കണ്ണുമിഴിച്ച് കിടക്കുന്നതിനേക്കാൾ ഭേദം കണ്ണുകൾ അടച്ച് സുഖമായിട്ട് ഉറങ്ങുന്നതല്ലേ നിത്യമോളെ? മരണം എല്ലാ വേദനകളിൽ നിന്നുള്ള വിടുതല, ആശ്വാസം. കടം കയറി കീടനാശിനി കഴിച്ച് കർത്താവില് നിദ്ര പ്രാപിച്ച എൻ്റെ അപ്പച്ചൻ പണ്ട് പറയുമായിരുന്ന ഒരു വാചകമായത്. എന്താ ശരത് സാറ്? ബോർഡിങ് കഴിഞ്ഞോ? നിത്യമോളെ കയറ്റി വിട്ടോ ശൂന്യാകാശത്തേക്ക്? സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബോർഡിങ് ഉടനെ നടക്കും. ശരത് സാർ എന്നെ വിളിക്കണ്ട, അത് നാളെ പ്രശ്നമായി വന്നാലോ? അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ശരത്തിനുണ്ട് പൊന്നു മിലിമോളെ. അതുകൊണ്ടല്ലേ നിന്റെ ബോസ് വേറെ സിമ്മിൽ നിന്ന് വിളിക്കുന്നത്. നാളെ നിത്യയുടെ ശവമടക്ക്, മറ്റേനാള് പച്ചപ്പന്തലും ചടങ്ങ്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കരഞ്ഞിട്ട് മിലിമോള് പാലായിക്ക് വിട്ടു. എന്നെ മിന്നിട്ടൊന്ന് പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അതെന്തൊരു ചോദ്യമാ? മിലിയെപ്പോലൊരു മിടുക്കി കുട്ടിയെ ഞാൻ വിട്ടുകളയൂ? അത് മതി, ഐ ട്രസ്റ്റ് യു. എന്റെ പൊന്നു മിലി, അച്ചായത്തി,
നിത്യക്കുട്ടിയുടെ കട്ടിലും കമ്പിളി പുതപ്പും നിനക്കുള്ളതാ. അയ്യോ എന്ന് വെച്ചാ ഞാനും നിത്യയെ പോലെ തളർന്നു കിടക്കുമെന്നാണോ? ഓ എന്നല്ല, നിന്റെ അന്തപുരമാണ്, നമ്മുടെ അന്തപുരമാണ്. നിനക്ക് കിട്ടുന്നതേ പട്ടമഹിഷി പട്ടം. തൽക്കാലം പൊന്നുമോള് നിത്യമോൾക്കുള്ള ഓക്സിജൻ സപ്ലൈ അങ്ങ് കട്ട് ചെയ്തേക്ക്. ഞാനേ കോളും കട്ട് ചെയ്തേക്കാം. പാർവതിയെ, ആ എന്താ അമ്മേ? മനോഹരനോട് നീ ആ കാര്യം പറഞ്ഞായിരുന്നോ? എന്ത് കാര്യം അമ്മേ? ഓ, നിനക്ക് പിന്നെ അരണയുടെ ബുദ്ധിയാണല്ലോ. എടി ശരത്തുമോന്റെ അമ്മ പ്രഭാവതി പോവും മുമ്പ് എന്നോട് നിന്നോട് മാത്രമായി ഒരു കാര്യം പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? മാറ്റിലാണിയടിക്കാൻ. ഓ മന്ദബുദ്ധി. നിത്യമോളുടെ ചികിത്സയുടെ കാര്യമാ പറഞ്ഞത്. അത് നീ മനോഹരനോട് പറഞ്ഞോന്ന്. ഇല്ലമ്മേ, എനിക്ക് പേടിയാ. മനോഹരേട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഓ, ഓരെന്ത് കാര്യം പറഞ്ഞാലും അവൻ അങ്ങനെ ഒരു വഴിവിലങ്ങി. എന്നതാമ്മേ, ഗുമ്മം വിലങ്ങിയോ? നിന്നേക്കാളും വലിയ ഏത് ഗുമ്മൻ. ആ ദാ മനോഹര, ശരത്തുമോന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടാ പോയത്. എന്നതാ? ഞാനും ദേവിക മോളും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്നാണോ? ഓ ഓ തുടങ്ങി അവന്റെ കന്നന്തിരിവ് പറച്ചില്. എടാ, നമ്മുടെ നിത്യമോളെ വേറെ നല്ല ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കാമെന്ന്. അമേരിക്കയിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച കൊച്ചു ചാടി എണീക്കുമെന്നാ പ്രഭ പറഞ്ഞത്. ആഹാ, മൂക്കിപ്പനിക്കും മുണ്ടുനീറിനും കുടുംബത്തെയും കെട്ടിയെടുത്തോണ്ട് അമേരിക്കയിലോട്ട് പറക്കാൻ ഞാൻ മന്ത്രിസഭയിലെ അംഗമൊന്നും അല്ലല്ലോ അമ്മേ. എടാ, ഇത് പ്രഭയുടെ ചെലവിലാ ചെയ്യുന്നത്. വേണ്ട വേണ്ട, എൻ്റെ ഉയിര് വിറ്റിട്ടാണെങ്കിലും എൻ്റെ കൊച്ചിനെ ഞാൻ ചികിത്സിച്ചോളാം. വിദേശ ഫണ്ടും വിദേശ ശക്തികളുടെ സഹായമൊന്നും വേണ്ടാന്നു മനസ്സിലായല്ലോ. ഒരമേരിക്ക. എന്നാടി പാർവതി, നിനക്ക് നയാഗ്ര വെള്ളച്ചാട്ടം കാണണമെന്നുണ്ടോ? ഇല്ല. ആ ശാന്തമീ രാത്രിയിൽ കയറുമായി ഓടിവ കാല, മിസ്റ്റർ കാല. ശരത്തുമോനെ, ഓ ഓ, കിടന്നില്ലായിരുന്നു? കിടന്നു. പിന്നെ എഴുന്നേറ്റ്. എന്തു പറ്റി ചരിത്തെ? ഒന്നുമില്ലമ്മേ, ജഗ്ഗിലേ വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞു. ഓ, നിത്യക്കുട്ടി കിടപ്പിലായതോടെ എന്റെ വെള്ളം കൂടി മുടങ്ങിയില്ലേ. ശരത്തുമോനൊന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ. പാർവതി കൊണ്ടുവരുമായിരുന്നല്ലോ.